ഈ അഭിഷേക് കെ എന്ന് പറഞ്ഞ മത്സരാർത്ഥി ഉണ്ടല്ലോ, ഓരോ ദിവസം കൂടുന്തോറും അവന്റെ ഒരു ഗ്രാഫ് എന്ന് പറഞ്ഞാൽ താഴേക്ക് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. വന്നപ്പോൾ വലിയൊരു ആളിക്കത്തുന്ന ഒരു തീ പോലെയൊക്കെയാണ് തോന്നിയത്. പക്ഷെ ഓരോ ദിവസം കൂടുന്തോറും അവൻ എന്തൊക്കെയോ പ്രൂവ് ചെയ്യണം എന്നുണ്ട്. ചുമ്മാ വെറുതെ അവിടുത്തെ അഭിഷേക് കെയുടെ വിചാരം എന്ന് വെച്ചാൽ ടാസ്ക് ഒക്കെ കളിച്ച് ജയിച്ചു കഴിഞ്ഞാൽ അതൊക്കെയാണ് ഏറ്റവും വലിയ കാര്യമെന്ന് ഓർത്ത് നിൽക്കുകയാണ്. ജനങ്ങളുടെ സപ്പോർട്ടോ അതല്ലെങ്കിൽ ബിഗ് ബോസ് എന്ന ഗെയിം എന്താണെന്ന് സത്യം പറഞ്ഞാൽ അഭിഷേകിന് ഇതുവരെ മനസ്സിലായിട്ടില്ല. കുറെ നാളായിട്ട് അഭിഷേക് നോറയുടെ അടുത്ത് നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ടാസ്കുകളിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നു, പക്ഷെ എന്നെ ആരും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല, എന്നെ ആരും അംഗീകരിക്കുന്നില്ല, എന്നെ ആരും അപ്രിഷിയേറ്റ് ചെയ്യാത്ത എന്നെ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വയം അങ്ങോട്ട് വലിയ ആളാണെന്നുള്ള രീതിയിൽ എന്നെ ആരും അങ്ങ് അംഗീകരിക്കുന്നില്ല, അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലാണ് എപ്പോഴും നോറയുടെ അടുത്ത് നിന്ന് പറയാറുണ്ട്. നോറ അതൊക്കെ ഓൾറെഡി വിട്ട കേസാണ്. ഇതൊക്കെ ഒരു ഗെയിമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കി പറയാനല്ലല്ലോ വന്നത് എന്നൊക്കെ കുറെ തവണ നോറ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ രശ്മിനും നോറയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അതിന്റെ ഇടയ്ക്ക് അഭിഷേക് കയറി വന്നിട്ട് ഒരു വളിച്ച ചിരിയൊക്കെ ചിരിച്ചിട്ട്, നിങ്ങൾക്ക് ക്യാപ്റ്റൻസിയിൽ നോമിനേറ്റ് ചെയ്യാൻ ഞാനൊരു ഓപ്ഷൻ തരട്ടെ എന്ന് ചോദിക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് വലിയൊരു ചിരി അങ്ങ് ചിരിക്കുന്നുണ്ട്. അപ്പൊ തന്നെ രശ്മിനിക്ക് കാര്യം മനസ്സിലായി. അപ്പൊ അഭിഷേക് അല്ലേ, ഓക്കെ സെറ്റ്, ഞാൻ ചെയ്തേക്കാന്നൊക്കെ പറഞ്ഞ് വിടുന്നുണ്ട്. അപ്പൊ തന്നെ അഭിഷേക് പറയുന്നുണ്ട്, ഞാൻ ഒരു കാരണം പറഞ്ഞു തരാം, ഞാൻ ടാസ്കുകൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, കിച്ചൺ ഡ്യൂട്ടി ഞാൻ വളരെ കൃത്യമായിട്ടാണ് ചെയ്യുന്നത്, പിന്നെ കഴിഞ്ഞ ദിവസത്തെ ബലൂൺ ടാസ്ക് ഉണ്ടല്ലോ അതിൻ്റെ അകത്ത് ഞാൻ വളരെ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ 3ാം സ്ഥാനം കരസ്ഥമാക്കി, പിന്നെ ആക്റ്റീവ് ആകാൻ ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ തന്നെക്കുറിച്ചുള്ള നല്ല കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെ അങ്ങ് പൂഴ്ത്തി അങ്ങ് പറഞ്ഞ് രശ്മിനോട് അങ്ങ് പറയാൻ പറയുകയാണ്. അപ്പൊ രശ്മിന്റെ ഒരു ചിരി ഇരിച്ചിട്ട് ഓക്കെ സെറ്റ്. അപ്പൊ രശ്മി പറയുന്നുണ്ട്, ഞാനും നിൽക്കുന്നുണ്ട് ക്യാപ്റ്റൻസിയിൽ എന്ന് പറയുന്നു, അപ്പൊ നീയും എനിക്ക് വോട്ട് ചെയ്യണമെന്ന് പറയുന്നു. അപ്പൊ അഭിഷേക് പറയുന്നുണ്ട്, അയ്യോ ഞാൻ ജിൻഡോയ്ക്ക് വാക്ക് കൊടുത്തുപോയി, ജിൻഡോനെ ഞാൻ ഓൾറെഡി നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ രശ്മി പറഞ്ഞു, രണ്ടുപേരെ ക്യാപ്റ്റൻസി നോമിനേറ്റ് ചെയ്യാന്ന് പറയുന്നു. അപ്പൊ അഭിഷേക് ഷുവർ, ഞാൻ ഉറപ്പായിട്ടും ചെയ്യും, 100% ഉറപ്പ് ഞാൻ ചെയ്യുമെന്ന് പറയുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് രശ്മിൻ ചോദിക്കുന്നത്, ജിൻഡോ വീണ്ടും ക്യാപ്റ്റൻസിയിൽ നിൽക്കുന്നുണ്ടല്ലേ എന്ന് അഭിഷേകിന്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴാണ് അഭിഷേക് പറഞ്ഞത്, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാന്നോർത്താണ് ഇരിക്കുന്നതെന്ന് ആ ഒരു സത്യം അങ്ങ് തുറന്നു പറഞ്ഞു. ഈ ഒരു അഭിഷേക് ജയദീപിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. വന്നപ്പം വലിയൊരു മല പോലെ വന്നത് എലി പോലെ പോയി എന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥയാണ് അഭിഷേക് ജയദീപിന്റെ. വന്നപ്പോൾ ഏറ്റവും മികച്ച വൈൽഡ് കാർഡ് ആകും എന്നൊക്കെ പ്രതീക്ഷിച്ചതാണ്, പക്ഷെ നേരെ തിരിച്ചാണ് സംഭവിച്ചത്. നമുക്ക് വൈൽഡ് കാർഡിന്റെ കാര്യത്തിലൊക്കെ നേരെ എല്ലാം തിരിച്ചാണ് സംഭവിച്ചത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക.